students, welcome back to National Academy. National Academy ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകും നമ്മുടെ NIOS +2 കെമിസ്ട്രിയിലെ 16ാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, ഏതാണ് 16ാമത്തെ ചാപ്റ്റർ? ദ ഒക്കറൻസ് ആൻഡ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്. മെറ്റൽസിന്റെ ഒക്കറൻസും അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒക്കറൻസ് ഓഫ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എർത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിൽ മെറ്റൽ ഫ്രീ ആയിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കമ്പൈൻ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. നാച്ചുറലി ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കോമ്പൗണ്ടുകളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മെറ്റൽ കോമ്പൗണ്ട് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ മിനറൽസ് എന്ന് പറയുന്നത്. അപ്പൊ മിനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെറ്റൽസിന്റെ കോമ്പൗണ്ട് ആണ് അല്ലെ. നമ്മുടെ നേച്ചറിൽ മെറ്റൽ എക്സിസ്റ്റ് ചെയ്യുന്ന കോമ്പൗണ്ട് ഓഫ് മെറ്റൽസിനെയാണ് നമ്മൾ മിനറൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ മിനറൽ ഫ്രം വിച്ച് എ മെറ്റൽ ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ്. നമുക്ക് മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റിയ മിനറൽസിന് നമ്മൾ അറിയപ്പെടുന്നത് ഓർസ് എന്ന പേരിലാണ്. ORE, ഓർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഓർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ദ മിനറൽ ഫ്രം വിച്ച് എ മെറ്റൽ ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് എക്കണോമിക്കലി നമുക്ക് മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റിയ മിനറലിനെയാണ് നമ്മൾ ഓർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓർ എന്ന് പറയുന്നത് മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മെറ്റൽ അപ്രീഷ്യബിൾ ക്വാണ്ടിറ്റീസിൽ പ്രസന്റ് ആയിരിക്കും. അതിൽ നമുക്ക് ആ മെറ്റൽ എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള മിനറൽസിനെയാണ് നമ്മൾ ഓർസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ മിനറൽസിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഓർസിൽ നിന്ന് നമ്മുടെ മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത് മെറ്റലർജിക്കൽ പ്രോസസ്സ് എന്നാണ്. എന്താണ് മെറ്റലർജിക്കൽ പ്രോസസ്സ്? നോട്ട് ചെയ്ത് വെക്കുക. മെറ്റലർജിക്കൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓർസിൽ നിന്ന് മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റലർജിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടന്റ് ഓർസ്, നമുക്ക് കോമൺ ആയിട്ടുള്ള എലമെന്റ്സിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ഓർസ് ഏതൊക്കെയാന്ന് നോക്കാം. അതില് അയൺ എന്താണ്? ഒരു മെറ്റലാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ കോമൺ എലമെന്റ്സിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഒന്നാണ് അയൺ. അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 1750 crore ടൺസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് ഈ അയൺ എന്ന് പറയുന്നത്. ഓക്കെ, മേജർ ആയിട്ടുള്ള അയൺ ഓർ മൈനിങ് നടക്കുന്നത് നമ്മുടെ ഗോവ, മധ്യപ്രദേശിലൊക്കെയാണ് മേജർ ആയിട്ടുള്ള അയണിന്റെ മൈനിങ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് അലൂമിനിയം. അലൂമിനിയത്തിന്റെ ചീഫ് ഓർ ആണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ അബണ്ടൻസ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓറാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ഈ അലൂമിനിയത്തിന്റെ ഓറാണ്, ചീഫ് ആയിട്ടുള്ള ഒരു ഓറാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ മാംഗനീസ്, കൂടുതൽ ഇലക്ട്രോപോസിറ്റീവ് ആയിട്ടുള്ള മോസ്റ്റ് ആക്റ്റീവ് മെറ്റൽസ് ആണ്. ഹൈലി ഇലക്ട്രോപോസിറ്റീവ് ആയിട്ടുള്ള മെറ്റലാണ് മാംഗനൈസ് എന്ന് പറയുന്നത്. Mn+ അയോൺസ് ആയിട്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മുടെ നേച്ചറിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത്? അസോസിയേഷൻ വിത്ത് സം കോമൺ ആനയോൺസ്. ചില കോമൺ ആനയോൺസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ മാംഗനൈസ് അയോൺസ് കാണപ്പെടുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സാൾട്ട് ലൈക്ക് ഓക്സൈഡ്സ്, സൾഫൈഡ്സ്, കാർബണേറ്റ്, ഹാലൈഡ്, സിലിക്കേറ്റ് ഇങ്ങനെയുള്ള ആനയോൺസിനോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ Mn+ അയോൺസ് കോമൺ ആയിട്ട് നേച്ചറിൽ കാണപ്പെടുന്നത്. ചില സൾഫൈഡുകൾ സ്ലോലി അണ്ടർഗോ ഓക്സിഡേഷൻ ബൈ എയർ ടു ഫോം സൾഫേറ്റ്. അതുപോലെ തന്നെ സൾഫൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? സ്ലോലി ഓക്സിഡേഷൻ നടന്നിട്ട് സൾഫേറ്റുകളായിട്ട് മാറുന്നുണ്ട്. The India possess rich mineral wealth with abundance of iron, aluminum and some amount of copper, tin, lead, silver and gold. ഇന്ത്യയിൽ ഒരുപാട്, അതായത് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് മിനറൽ വെൽത്ത് ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട്, അതായത് നമ്മുടെ അയൺ, അലൂമിനിയം, മറ്റ് കോപ്പർ, ടിന്ന്, ലെഡ്, സിൽവർ, ഗോൾഡ് ഇങ്ങനെ ഒരുപാട് മിനറൽസിന്റെ അല്ലെങ്കിൽ ഒരുപാട് മെറ്റൽസുമായിട്ട് റിച്ച് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, നമ്മൾ പറഞ്ഞു മെറ്റൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക ചെയ്യാറ് അല്ലെ. ഓറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ മെറ്റൽ എടുക്കുന്നത്. മെറ്റലർജിക്കൽ പ്രോസസ്സ് വഴി മെറ്റൽ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഈ മെറ്റലിന്റെ എക്സ്ട്രാക്ഷൻ നമ്മൾ 4 സ്റ്റെപ്പുകളായിട്ടാണ് നടത്തുന്നത്. ഏതൊക്കെയാണ് സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ക്രഷിംഗ് ആൻഡ് പൾവറൈസേഷൻ. എന്താണ് ക്രഷിംഗ് ആൻഡ് പൾവറൈസേഷൻ? സെക്കൻഡ് സ്റ്റെപ്പാണ് കോൺസെൻട്രേഷൻ ഓർ ഡ്രസ്സിംഗ് ഓഫ് ദ ഓർ. എന്താണ് കോൺസെൻട്രേഷൻ ഓർ ഡ്രസ്സിംഗ് ഓഫ് ദ ഓർ. തേർഡ് സ്റ്റെപ്പ് ഈസ് ദ കാൽസിനേഷൻ ഓർ റോസ്റ്റിംഗ് ഓഫ് ദ കോൺസെൻട്രേറ്റഡ് ഓർ. കോൺസെൻട്രേറ്റഡ് ഓറിന് എന്ത് ചെയ്യുക? ഡ്രസ്സ് ചെയ്യുക, കാൽസിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യുക. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പാണ് റിഡക്ഷൻ ഓഫ് ദ ഓക്സൈഡ്സ് ടു ഫ്രീ മെറ്റൽ. ഓക്സൈഡ്സിനെ റെഡ്യൂസ് ചെയ്ത് ഫ്രീ മെറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുക. ഇങ്ങനെ 4 സ്റ്റേജുകളായിട്ടാണ് നമ്മുടെ ഈ മെറ്റലിന്റെ എക്സ്ട്രാക്ഷൻ നമ്മൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജിൽ എന്തൊക്കെയാണ് നടത്തുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്രഷിംഗ് ആൻഡ് പൾവറൈസേഷൻ.
ഈ ഓർ ജനറലി ഒബ്റ്റൈൻ ചെയ്യുന്നത് ബിഗ് റോക്ക് പീസസുകളായിട്ടായിരിക്കും. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം, നമുക്ക് ക്രഷ് ചെയ്യണം അല്ലെ, ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യണം, അതിനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ക്രഷ് ചെയ്യണം. അത് നമ്മൾ ചെയ്യുന്നത് ജോ ക്രഷേഴ്സ് അല്ലെങ്കിൽ ഗ്രൈൻഡേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇവരെ നമ്മൾ കട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഡ്രസ്സിങ് ഓഫ് ദ ഓർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ എന്ത് ചെയ്യുക, ക്രഷ് ചെയ്ത ആ ഒരു മെറ്റൽ ഉണ്ടായിരിക്കത്തില്ല, ആ ക്രഷ് ചെയ്ത മെറ്റലിൽ നിന്ന് ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഗാഞ്ച് ഫ്രം ദ പൗഡേർഡ് ഓർ, പൗഡേർഡ് ഓറിൽ നിന്ന് ഗാഞ്ച് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ഈ ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. തേർഡ് വണ്ണാണ് കാൽസിനേഷൻ അല്ലെങ്കിൽ റോസ്റ്റിംഗ് ഓഫ് ദ ഓർ. നമ്മൾ ഡ്രസ്സ് ചെയ്ത ഓറിനെ നമ്മൾ എന്ത് ചെയ്യണം, കാൽസിനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്, മെറ്റൽ ഓക്സൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്തത്. എന്നിട്ട് മെറ്റൽ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് ഫോർത്ത് സ്റ്റേജ് നടക്കുന്നത്. ഫോർത്ത് സ്റ്റേജിൽ എന്താ നടക്കുന്നത്, ദ റിഡക്ഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ് ടു ദ ഫ്രീ മെറ്റൽ. മെറ്റൽ ഓക്സൈഡ്സിനെ ഫ്രീ മെറ്റൽ ആയിട്ട് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അതായത് ഈ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത് നമ്മുടെ കാൽസിനേഷൻ അല്ലെങ്കിൽ റോസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ്. ആ ഒരു മെറ്റൽ ഓക്സൈഡ്സിനെ മെറ്റലായിട്ട് റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ സ്മെൽറ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സ്മെൽറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് മെറ്റൽ ഓക്സൈഡ്സിനെ മെറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്ന മെറ്റൽസ് നമ്മൾ പ്യൂരിഫൈ ചെയ്യണം അല്ലേ, പ്യൂരിഫൈ ചെയ്തിട്ട് വേണം, അതായത് സ്യൂട്ടബിൾ മെത്തേഡ്സ് യൂസ് ചെയ്തതിൽ പ്യൂരിഫൈ ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത്, ലിക്വേഷന്, അതുപോലെ തന്നെ പോളിങ്, ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് പോലെയുള്ള മെത്തേഡ്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത മെറ്റൽസ് നമ്മൾ നിന്ന് പ്യൂരിഫൈ ചെയ്യുന്നത്. ഓക്കെ, സാധാരണ നമ്മൾ മെറ്റലർജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുന്നത് നമ്മുടെ അയണിന്റെ, അലൂമിനിയത്തിന്റെ, കോപ്പറിന്റെ, സിങ്കിന്റെ ഒക്കെ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഈ മെറ്റലർജിക്കൽ ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യാറുള്ളത്. ഇത്രയാണ് നമ്മുടെ 16th ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, നമ്മൾ മെറ്റൽസ് എന്താണ് മെറ്റൽസ് എന്ന് പഠിച്ചു, എന്താണ് മിനറൽസ് എന്ന് പഠിച്ചു, ഓർ എന്താണെന്ന് പഠിച്ചു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി, ഈ ഓർസിൽ നിന്ന് മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ഒരു 16th ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ മെറ്റലർജിക്കൽ പ്രോസസ്സിന്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്പുകൾ ചോദിക്കാം. ഓക്കെ, ആ സ്റ്റെപ്പുകളിൽ ഓരോ സ്റ്റെപ്പിലും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഓരോ മെറ്റലിന്റെ എക്സ്ട്രാക്ഷൻ, നമ്മുടെ അയണിന്റെ, അലൂമിനിയത്തിന്റെ, കോപ്പറിന്റെ, സിങ്കിന്റെ ഒക്കെ മെറ്റൽ എക്സ്ട്രാക്ഷൻ എങ്ങനെയാണ് നടത്തുന്നത് നമ്മളോട് ചോദിക്കും. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കും. കാരണം നമുക്ക് പക്ക തിയറി ചാപ്റ്റർ ആണ് അല്ലേ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആ ടൈപ്പ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് ഈ എക്സ്ട്രാക്ഷൻ നടക്കുന്നതിൻ്റെ മേജർ സ്റ്റെപ്പുകൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർസ് ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. വളരെ ബ്രീഫായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഇതുപോലെ സ്ക്രീൻ ഷെയർ ചെയ്ത ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പുതിയൊരു അധ്യായമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.